ഹലോ ഗൈസ്, ഞാനിത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് പേര് ഇത് മേടിച്ച് അൺബോക്സ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഇത് ഒരുപാട് തപ്പി. അപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്ന് കണ്ടു. അപ്പം ഞാൻ മേടിച്ചു. അപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇപ്പം കൊണ്ട് തന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാം. ഗൈസ്, വലിയൊരു സാധനം തന്നെയാണ് ഗൈസ്. M33 ഗെയിം സ്റ്റിക്കാണ്. അപ്പം നമുക്ക് പെട്ടി തുറക്കാം. ഗൈസ്, ആദ്യം ഞാൻ ഈ തുറന്നപ്പോൾ ഈ വെള്ള സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീടാണ് ഞാൻ മനസ്സിലാകുന്നത് ഉടുത്തുണിയിട്ട് ഒരു കണക്ടറാണ്. അപ്പം നമ്മളത് കണക്ടറിനൊക്കെ നല്ല ശക്തിയൊക്കെ ഉണ്ട് ഗൈസ്. പൊട്ടത്തൊന്നുമില്ല. നല്ല ഇത് ഒടിയത്തൊന്നുമില്ല ഗൈസ്. ഞാൻ ഒരുപാട് ഒടിക്കാനൊക്കെ നോക്കി, പക്ഷെ ഒടിഞ്ഞില്ല. ശേഷം ഞാനാണെങ്കിൽ ഇത് കുത്തിയിട്ടപ്പം നല്ല ഗെയിമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതല്ല ഗൈസ്. ഗെയിമിന് ഇതൊന്നും അല്ല വേണ്ടത്. ഇതിനടിയിരിക്കുന്ന ചിപ്പ് കണ്ടോ ഗൈസ്? ചിപ്പ് കാണിക്കാം. ഫസ്റ്റ് നിങ്ങളിത് കാണിച്ചു. ഇത് നല്ലൊരു സാധനം തന്നെയാണ്. പക്ഷേ അടപ്പ് കയറ്റാൻ കുറച്ച് പണിയാണ്. കാരണം ഒരു സദ്യയും തുറന്നിട്ട് പിന്നെ മറ്റേ സൈഡിൽ നിന്ന് വരുമ്പോൾ തിരിഞ്ഞൊക്കെ പോകും. ശേഷം ഈ വെള്ള കവറുണ്ടല്ലോ, ഉപകാരമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് കളയാം. ശേഷം നമുക്ക് ഇതാണ് ഗെയ്സ്. ഇതിനകത്താണ് 21,000 ഗെയിം ഇരിക്കുന്നത് തന്നെ. ഇത് മെമ്മറി ചിപ്പാണ് ഗെയ്സ്. നമ്മൾ കളിച്ചതിൻ്റെ മെമ്മറിയൊക്കെ സ്റ്റോറേജ് ചെയ്യുന്നതും അങ്ങനെ ഒരുപാട് മെമ്മറി ഉള്ള ചിപ്പാണ് ഗെയ്സ് ഇത്. ഈ ചിപ്പ് കളഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഗെയിം കിട്ടത്തില്ല. ഓക്കെ, അപ്പം നമുക്കിത് വെക്കാം. പിന്നെ നമുക്ക് കൺസോളിലേക്ക് പോവാം. കൺസോളിലേക്ക് പോകുമ്പം ഒരു കവർ, അതിൽ നിന്നാണ് ഈ വീഡിയോ ഗെയിം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഗെയിം തുറന്ന് നിങ്ങളെ കാണിക്കാം. PS4 ഒക്കെ ഗെയിം പോലെ തന്നെ കഴിച്ചു, പക്ഷേ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ PS4 കറക്റ്റായിട്ട് PS4 ഈ ഡിസൈനൊക്കെയുള്ള ഉണ്ട്. നല്ല ഫ്രീ മൈൻഡായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. ഇല്ല സാധാരണ കൺസോളിനെ പോലെ പെട്ടെന്ന് ഇങ്ങനെ അത് റോൾ ചെയ്യുമ്പോൾ നമുക്കൊരു ദേഷ്യമൊക്കെ വരും. പക്ഷേ ഇത് ഭയങ്കര ഈസി ആയിട്ട് റോൾ ചെയ്യാൻ പറ്റും. പിന്നെ ബാറ്ററിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാറ്ററി ഇട്ടാലും ഓണാണ്. അത് നമ്മൾ റിമോട്ടിൻ്റെ ബാറ്ററി മതി ഗൈസ്. അല്ല ക്ലോക്കിൻ്റെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ശേഷം നല്ല സിമ്പിളായിട്ട് വേണം. പിന്നെ ഇവിടെ നമുക്ക് അടിയിൽ ചെറിയൊരു സ്വിച്ചൊക്കെ ഉണ്ട്. ആ സ്വിച്ച് ഞെക്കുമ്പം മണ്ടയ്ക്ക് ലൈറ്റൊക്കെ എത്തും. അപ്പം നമുക്ക് അടുത്തത് നോക്കാം. രണ്ടെണ്ണം ഉണ്ട് ഗൈസ്. ഇത് M33 എന്ന് വെച്ചാൽ മൾട്ടിപ്ലേയിങ് ഗെയിം സ്റ്റിക്ക് തന്നെയാണ്. അപ്പം രണ്ടെണ്ണം ഉണ്ട്. അപ്പം രണ്ടെണ്ണം പറഞ്ഞാൽ എനിക്ക് എൻ്റെ അനിയന് വേണ്ടി കളിക്കാനാണ്. അതിനുശേഷം ഇതെന്ത് ഈ കവറിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് കിട്ടുമ്പോൾ കളൊക്കെ എടുത്ത് കളയാം. പിന്നെ പൊട്ടിച്ചാൽ കളയാനുള്ളൂ. ശേഷം ഈ വയറിലാണ് ഈ വയർ ഒരിക്കലും കളയില്ല. ഇതിൻ്റെ ഒരു വയറെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചിപ്പിൻ്റെ സേഫ്റ്റിക്ക്, ഇതാണ് സേഫ്റ്റിക്ക് ഉപയോഗിക്കുന്ന വയർ തന്നെയാണ്. ഈ വയറിലത് കുത്തിയ ചിലപ്പോൾ നമ്മുടെ സാധനം വല്ല ഒടിഞ്ഞു പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത് തന്നേക്കുന്നത്. പിന്നെ വേറൊരു വയറെന്ന് വെച്ചാൽ അത് നമ്മുടെ ഫോണിൻ്റെ, ഇപ്പം ഈ റെഡ്മിയുടെ ഒക്കെ ഫോണിൻ്റെ ബാക്ക് ചാർജർ അതാണ് കഴിച്ചത്. അപ്പോൾ റെഡ്മിയുടെ ചാർജർ ആയാലും ഇതാണെങ്കിലും ഒരു കുഴപ്പമില്ല. വയർ വർക്കായി നിങ്ങൾക്ക് ഫോണിൻ്റെ ചാർജറും എടുക്കാം. ശേഷം വരുന്നതെന്ന് വെച്ചാൽ ഈ യൂസർ മാനുവലാണ്. യൂസർ മാനുവലിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് വൈസ്. പക്ഷേ നമ്മളത് കാര്യമാക്കണം. കാരണം നമുക്ക് സിമ്പിളാണ്. നിങ്ങൾ ഈ വീഡിയോ കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് യൂസർ മാനുവലിൻ്റെ ആവശ്യമില്ല. യൂസർ മാനൊക്കെ കീറി കളഞ്ഞു. പിന്നെ 2-3 വരെയോളം ഗൈസ് ഇതിൻ്റെ അൺബോക്സിങ് ഇട്ടുള്ളൂ. അതുകൊണ്ട് ഞാനും കൂടി ഇട്ടെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തെ ബാറ്ററി ഇടാം. അത് ഞാൻ മറന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ബാറ്ററി ഇടാം. ബാറ്ററിയുടെ അത് കളിക്കാൻ പറ്റത്തില്ല. ബാറ്ററി എന്ന് വെച്ചാൽ റിമോട്ടിൻ്റെ ചെറിയ സൈസ് ഒരു ബാറ്ററിയൊക്കെ മതി ഗൈസ്. ഒരു ചെറിയ റിമോട്ട്, നമ്മുടെ സാധാരണ റിമോട്ട് എന്ന് വെച്ചാൽ TV ഈ കേബിൾ കൺട്രോൾ ചെയ്യുന്ന ടൈപ്പ് റിമോട്ടിൽ ക്ലോക്കിൻ്റെ ഒക്കെ ഇട്ടാൽ ചിലപ്പം സാധനം വലുതാക്കി കയറത്തില്ല. അപ്പോൾ നമുക്കത് മൂടാം. അപ്പോൾ നമുക്കിനി ഇത് TV പോയി കളിച്ച് നോക്കാം. അപ്പം കളിക്കുന്ന കാത്തിക്ക് അതിൻ്റെ നമുക്ക് TV കണക്ട് ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് കണക്ട് ചെയ്യാം ഗൈസ്. ആദ്യം തന്നെ അതിൻ്റെ അടിഭാഗത്ത്, സാധാരണക്കാരുടെയൊക്കെ അടിഭാഗത്ത് തന്നെ ആണെന്നറിയില്ല, കുത്തിയിട്ട് പിന്നീട് നമ്മുടെ ഈ ചാർജർ അല്ലേ, ഫോൺ ചാർജർ, അത് എന്നിട്ട് കുത്ത സ്ഥലമുണ്ട്. ആ ഓപ്ഷനിൽ കുത്തിയിട്ട് പിന്നെ നമ്മൾ ഈ പ്ലഗിലേക്ക് കുത്തണം ഗൈസ്. ഒരു ഫോണിൻ്റെ അതിൻ്റെ എന്ത് പ്ലഗിലേക്ക് കുത്തിയാൽ മതി. അപ്പം ഗെയിം സ്റ്റാർട്ടാകുമ്പം കാണിക്കും. ശേഷം ഒരുപാട് ഗെയിംസ് ഉണ്ട് ഗെയിംസ്. ഫൈറ്റിംഗ് ഓഫ് ഫൈറ്റേഴ്സ്, ഇത് അവെഞ്ചേഴ്സിൻ്റെ ഗെയിംസൊക്കെ ഉണ്ട്. ശേഷം ഇതിൽ ഏറ്റവും കൂടുതൽ നല്ല നല്ല ഗെയിംസ് ഉള്ളത് ലെഗോ, PSP, PlayStation. അതിന് മൂന്നിലും നല്ല ഗെയിംസ് ഉണ്ട്. പിന്നെ കിങ് ഓഫ് ഫൈറ്റേഴ്സും ഈ ഫുൾ ഫൈറ്റിങ്ങിൻ്റെ ഗെയിമാണ്. മൾട്ടിപ്ലെയർ മാത്രമല്ല, ഈ PlayStationനകത്തും ഫൈറ്റിങ്ങും റേസിങ് അങ്ങനെയുള്ള ഒരുപാട് ഗെയിംസൊക്കെ ഉണ്ട്. CD ഗെയിംസ് ഇല്ലേ. പിന്നെ ആനിമൽ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ ഡ്രാഗൺ ബോളിൻ്റെ ഗെയിമുണ്ട്, നാട്ടോയുടെ ഗെയിമുണ്ട്. ശേഷം അത് എനിക്ക് GTA Vice City ഉണ്ട്. GTA ഗ്രാൻഡ് തീഫ് ഓട്ടോ, അതെല്ലാം പകുതിയുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഗെയിമാണ് ഗ്രാൻഡ് തീഫ് ഓട്ടോ. അത് നമുക്ക് കളിച്ച് നോക്കാം. സ്റ്റാർട്ടിങ് ഒരു
നല്ല ഗ്രാഫിക്സ് അത്രയ്ക്കും കുഴപ്പമില്ല, പക്ഷെ കുറച്ച് മഞ്ഞ കളർ ഇരിക്കുന്ന ഗ്രാഫിക്സാണ്. അത് ഞാൻ അത്രയ്ക്കും പിടിക്കും. പിന്നെ വണ്ടിയൊക്കെ ഓടിക്കാൻ കുറച്ച് ടഫാണ്. അപ്പം ഗ്രാഫിക്സ് നമ്മളെ ഹീറോ ഒരു മുട്ടത്തലീനാണ് കണ്ട. ഞാൻ ആദ്യം വിചാരിച്ചത് ഫ്രാങ്ക്ലിൻ ആണെന്ന്, പിന്നെ മനസ്സിലായി വേറെ ഏതൊരു കോണ്ടനാണെന്ന്. ശേഷം കളിച്ചു. പിന്നെ നമ്മുടെ കമാൻഡറുണ്ട്, അയാൾ പക്ക വില്ലനാണ്. ശേഷം നമുക്ക് മിഷൻസൊക്കെ ഫസ്റ്റ് മിഷനിൽ തുടങ്ങുക. പിന്നീട് നമ്മൾ ബൈക്ക് ഓടിക്കാൻ കണ്ട വളയ്ക്കുന്നതൊക്കെ രീതിയുടെ സീനായി. കാലൊക്കെ ഇട്ട് വളയ്ക്കുമ്പോൾ അവൻ്റെ കാല് പാമ്പായി മാറും. ശേഷം നമുക്ക് ഗൺസൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഇതാണ് ഇവിടെ നമ്മുടെ വീട് തന്നെ. നമ്മളൊരു പട്ടാളക്കാരനാണ്. അപ്പോൾ കണ്ണ് വേണമെങ്കിൽ ഒരു പട്ടാളക്കാരനെ ഇടിച്ചാൽ മതി, നമുക്ക് AK തന്നെ എടുത്തങ്ങ് കിട്ടും. ശേഷം മിഷൻ കളിക്കുമ്പോൾ പിസ്റ്റലൊക്കെ കിട്ടും. നമ്മുടെ വീട്ടിലേക്ക് കയറിയാൽ മതി, ഒരു പിസ്റ്റൽ അവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ അങ്ങ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്നും കയറിയാൽ എന്നും ഫ്രീ ആയിട്ട് കൊണ്ട് കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ദിവസം കളിച്ചിട്ട് പിറ്റേ ദിവസം കയറുമ്പോൾ ഈ മെമ്മറി ചിപ്പ് ഇതിന് ഇത്രയും MB സ്റ്റോറേജ് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് ഫുൾ മിഷനും തീർക്കാൻ നോക്കണം, അല്ലാതെ അല്ല. പിന്നെ പറയേണ്ട മറ്റൊരു ഗെയിം ഗോഡ് ഓഫ് വാർ എന്ന് വെച്ചാൽ ഞാൻ കുറേ സെർച്ച് ചെയ്തിരുന്നു. നല്ല ആൾക്കാരൊക്കെ നല്ല റിവ്യൂ പറയുന്നൊരു ഗെയിം തന്നെയാണ് ഗോഡ് ഓഫ് വാർ. പക്ഷേ അതിനകത്ത് ഞാൻ യൂട്യൂബിലെ ഗെയിമിംഗ് വീഡിയോ കണ്ടപ്പം കുറച്ച് നല്ല ഗ്രാഫിക്സ് ഒക്കെ തോന്നി. അതിനകത്ത് ഗ്രാഫിക്സ് ഒരുപാട് രീതിയിൽ പക്ഷെ നല്ല ഗ്രാഫിക്സ് ഉണ്ട്. അപ്പം ഈ ഗോഡ് ഓഫ് വാർ ദ പാറ്റേൺ ഓഫ് കോസ്റ്റ് അങ്ങനെ പറയുന്ന എന്തോ ഗെയിമാണ്. അപ്പം സ്റ്റാർട്ടിങ്ങൊക്കെ നല്ല ഗ്രാഫിക്സോടെ നമ്മുടെ ഗോഡിനെയൊക്കെ കാണിക്കും. പിന്നെ ക്രാറ്റോസിൻ്റെ ഫൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ഫൈറ്റിംഗ് ഒക്കെ മോനെ അപാര ഫൈറ്റിംഗ് ആണ് ഗൈസ് നമ്മൾ എടുക്കുന്നത് തന്നെ. അതും ക്രാറ്റോസിൻ്റെ പവറിൻ്റെ ഫൈറ്റിംഗ് ഒക്കെ പക്ക സീനാണ്. പിന്നെ ക്രാറ്റോസിനൊക്കെ വേറെ ഗെയിമുകളുണ്ട്, ആ ഗെയിമിനും ക്രാറ്റോസ് ഉണ്ട്. ആ ഗെയിമിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അത് വേറെ വീഡിയോ ഞാൻ കളിച്ചിടാം. നമ്മൾ M33 ഗെയിമിംഗ് വീഡിയോ ഇട്ട് പുതിയൊരു ചാനലുണ്ട് ഗൈസ്, ഡാൻ സോളഡൻ ഗെയിമിംഗ്. അന്നത്തെ ഞാൻ ഗെയിമിംഗ് വീഡിയോ ഇടാം. അന്നത്തെ ഈ M33 ഈ ഗോഡ് ഓഫ് വാർ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഞാൻ ഇപ്പം കുറച്ച് ബോറായിട്ടില്ല ഗൈസ് ഇടുന്നത്, അതിനെക്കാട്ടിയൊക്കെ നല്ല ഇടാം. പിന്നീട് പെസ് ഉണ്ട് ഗൈസ്, പെസ് കൊനാമീന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫോൺ നിങ്ങളൊക്കെ കളിക്കാൻ ഭയങ്കരമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഗെയിമാണ് പെസ്. അപ്പോൾ പെസ് കൊനാമിക്കാർ ഉണ്ടാക്കിയ ഒരു ഈ ഗെയിമിംഗ് പെസ് 2012 ഇറങ്ങിയ ഗെയിമാണ്. പക്ഷെ നല്ല രസമാണ് ഗെയിംസ് കളിക്കാൻ, നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഒരു ഗെയിമാണ്. പിന്നീട് പാസിംഗ് ഒക്കെ കറക്റ്റായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ഈ FIFA 22 ഇല്ലേ PS4 അതിനെക്കാട്ടൊക്കെ രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. FIFA അത്രയും വരത്തില്ലെങ്കിലും കുറച്ചുകൂടെ സിമ്പിളാണ്. ഞാൻ പറയാം റോളൊക്കെ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. അതുകൊണ്ട് ഇവരെ കൺട്രോൾ ചെയ്യാനും ഭയങ്കര ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. GTA അത്രയും ടഫ് ഒന്നുമല്ല. GTA അല്ല PS4, സോറി ഞാൻ ഇടയ്ക്ക് GTAക്ക് വേണ്ടി PS4 എന്ന് പറയുന്നു. പിന്നെ ഫൈറ്റിംഗ് ഗെയിം എന്ന് വെച്ചാൽ കാണിച്ചാൽ ഇത് ഞാനാണെങ്കിൽ എനിക്കതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫൈറ്റിംഗ് ഗെയിമാണ് ഇട്ടിരിക്കുന്നത്. വേറെ ഫൈറ്റിംഗ് ഗെയിമാണെങ്കിൽ ഞാൻ പറഞ്ഞ മറ്റേ ഈ ക്രാറ്റോസ് ഒക്കെ ഉള്ളത് ഗോഡ് ഓഫ് വാറിൻ്റെ ആയിട്ട് വരുന്ന വേറെ ഫൈറ്റിംഗ്. ഈ ഫൈറ്റിംഗ് അതിൻ്റെ പേര് ബ്ലഡി റോർ എന്നാണ്. ഈ നമ്മുടെ ഫൈറ്റിങ്ങിനോടൊപ്പം ആൾക്കാർ പവറും കാണിക്കുന്നൊരു ഗെയിം തന്നെയാണ് ഇത്. അപ്പം നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെ മൾട്ടിപ്ലെയർ ഉണ്ട് ഇത് മൾട്ടിപ്ലെയർ. GTA അങ്ങനെയൊന്നും മൾട്ടിപ്ലെയർ ഇല്ലെങ്കിലും ഇത് മൾട്ടിപ്ലെയർ ഫൈറ്റിങ്ങിൻ്റെ ചില ടെൻഗൻ എന്ന് പറയുന്ന ഗെയിമൊന്നും മൾട്ടിപ്ലെയർ ഇല്ല. പിന്നെ കുറേ ഗെയിംസ് ഇല്ല. പിന്നെ CTR ഒരു കുറുക്കൻ്റെ ഒരു ഗെയിം ഉണ്ടൊക്കെ മൾട്ടിപ്ലെയർ. റേസിംഗ് ഗെയിംസൊക്കെ മൾട്ടിപ്ലെയർ ഉണ്ട്. ശേഷം നമ്മൾ ക്യാരക്ടറിനെ ചൂസ് ചെയ്ത് നമ്മൾ യൂണോ എടുത്ത് യൂഗോ നമുക്ക് എതിരെ കളിക്കാൻ പോകുന്ന പേരൊന്നും കിട്ടുന്നില്ല. അപ്പം കളി തുടങ്ങിയപ്പോൾ നമ്മൾ ഫൈറ്റിങ് ആരംഭിക്കാൻ വന്നു. ഈ ഫൈറ്റിങ്ങിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ സൂപ്പർ പവേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ഓരോ ആനിമൽസാണ്. നമ്മുടെ ഏതൊരു എനിക്ക് എവിടെ ഓർമ്മയുണ്ട് ആനിമൽ ആവാൻ പറ്റുന്ന മനുഷ്യ, ഏതോ മൂവിന്നൊക്കെ കണ്ടാണ്. അപ്പം ഇത് ഫൈറ്റിംഗ് തുടങ്ങി, നമുക്ക് ആനിമലാവാം, അവർക്കും ആനിമലാവാം. പക്ഷേ ഞാൻ എൻ്റെ അനിയനോട് കളിക്കുമ്പോൾ അവൻ എന്നെക്കാട്ടി മുമ്പ് ആനിമലായി കളിക്കും. പക്ഷേ നമ്മളിങ്ങനെ കമ്പ്യൂട്ടറിനോട് കളിക്കും, കമ്പ്യൂട്ടർ കുറേ നേരം നോർമലായിട്ട് ഞാൻ കളിക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് അടിച്ചിടാം. നമ്മൾ പവർഫുൾ ഇട്ടാൽ ഇവർ ഇന്നൊന്നും ഈ അവരുടെ ആനിമൽ ഫോം ആവുമെന്ന് അറിയില്ല. പക്ഷേ നമ്മൾ ആദ്യമേ ആനിമൽ ഫോം ആവും. പക്ഷെ കുറച്ച് 2 മിനിറ്റിലും നമ്മൾ ആനിമൽ ഫോം നിൽക്കത്തുള്ളൂ. കണ്ട പൈസ അവരും ആനിമൽ ഫോം ആവും. ഓരോ ആൾക്കാർക്ക് ഓരോ ആനിമലാവും. ശേഷം നമ്മൾ എന്തായാലും അവരെ തോൽപ്പിക്കും. പിന്നെ സൂപ്പർ പവേഴ്സ് ഒക്കെ ഉണ്ട് കഴിച്ചു ഇജാതി സൂപ്പർ പവേഴ്സാണ് കഴിച്ചു. നമുക്ക് വട്ട് കളിക്കും. നമ്മുടെ സൂപ്പർ പവേഴ്സൊക്കെ ഉപയോഗിക്കുന്ന മുമ്പേ ഉപയോഗിക്കും. നമ്മുടെ സൂപ്പർ പവേഴ്സ് ഉപയോഗിക്കുന്ന നമ്മൾ ഇടിച്ചാൽ നമ്മുടെ സൂപ്പർ പവേഴ്സിൻ്റെ അവസരം പോകും. ശേഷം ഇത് ഫൈറ്റിംഗ് വെച്ചിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ പിന്നെ വേറെ ഗെയിമുണ്ട്. അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, സമയം പോയി, കറണ്ട് പോയി, അതിനാൽ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. ഫൈറ്റിംഗ്
2 പ്ലേയേഴ്സിൻ്റെ ഒരു ജഡ്ജാതി ഗെയിമാണ് എല്ലാവരും കണ്ടു.